ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നമുക്ക് ഇവിടെ 4 years വരെ പഠിപ്പിക്കാം. ഈ QTS വേണ്ടാതെ തന്നെ പഠിപ്പിക്കാം. അപ്പൊ അതിനൊരു QTS മെൻഷൻ ചെയ്തോണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ QTS കേൾക്കുമ്പോൾ പകുതി ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. QTS എന്ന് വെച്ചാൽ QTS എന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ടീച്ചിങ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈസൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും UK. നമുക്ക് ആക്ച്വലി നമ്മൾ ഇവിടെ ക്വാളിഫൈഡ് ടീച്ചർ ആകുമ്പോൾ നമുക്കൊരു TRN നമ്പർ കിട്ടും ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിൽ. അതായത് NMCയിൽ നേഴ്സസിനുള്ള പോലെ തന്നെ ടീച്ചേഴ്സിനുള്ള ഒരു ലൈസൻസ് നമ്പർ, അത് പിൻ നമ്പർ പോലെ ഒരു സാധനമാണ് QTS എന്ന് പറയുന്നത്. അപ്പം QTS നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതായത് ഒന്ന്, നിങ്ങൾ നോർമൽ രീതിയിൽ യൂണിവേഴ്സിറ്റി പോയിട്ട് PGC പ്ലസ് QTS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്, 9 മാസത്തെ കോഴ്സാണ്. അതിന് നോർമലി ഒരു 12,000 to 16,000 pound പെർ ഇയർ ഫീസാണ്. അപ്പം അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ബേസിക്കലി നമ്മളൊരു PGC QTS ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസ് കിട്ടും അതിൽ പാസ്സാകുമ്പോൾ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു സ്കൂളിൽ കയറി ആ സ്കൂൾ ത്രൂ നമുക്ക് QTS എടുക്കാൻ പറ്റും. QTS മാത്രം എടുക്കാൻ പറ്റും. ചില സ്കൂളുകളിൽ നമുക്ക് PGC പ്ലസ് QTS എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് യൂണിവേഴ്സിറ്റി പോയി നോർമലി യൂണിവേഴ്സിറ്റി പഠിച്ച് ടീച്ചിങ് ക്വാളിഫിക്കേഷൻ എടുക്കുന്ന റൂട്ടാണ്. രണ്ടാമത്തെ റൂട്ട് നമുക്ക് 2 രീതിയിലുണ്ട്. ഒന്ന്, QTS മാത്രമുള്ള റൂട്ടുണ്ട്. ചില സ്കൂളുകൾ നമ്മളെ ജോലിക്കെടുക്കും, അൺക്വാളിഫൈഡ് ടീച്ചറായിട്ട് നമ്മളെ ജോലിക്കെടുക്കും, നമുക്ക് സാലറിയും തരും, സ്പോൺസർഷിപ്പും തരും. അതിന്റെ കൂടെ തന്നെ ഈ QTS എടുക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്കുണ്ടാവും. അതെ. അപ്പം വൺസ് നമ്മൾ QTS ക്ലിയർ ആകുമ്പോൾ നമുക്ക് ക്വാളിഫൈഡ് ടീച്ചറിന് ആ ഒരു സാലറി കിട്ടും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കൂൾ ത്രൂ ഉള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ചില സ്കൂളുകൾ ട്രെയിനി പോസ്റ്റിലേക്കായിരിക്കും വിളിക്കുന്നത്. ട്രെയിനി പോസ്റ്റിൽ വിളിച്ചാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ ട്രെയിനി ടീച്ചറായിട്ട് എടുത്തിട്ട് ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമ്മളെ പഠിപ്പിക്കാൻ ക്ലാസ് റൂമിൽ കൊണ്ടുവരുത്തും. എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നമുക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി അവർ ആ സ്കൂളോ അല്ലെങ്കിൽ സ്കൂൾ നടത്തുന്ന ഓർഗനൈസേഷനോ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പം ആ യൂണിവേഴ്സിറ്റി ത്രൂ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള പ്രൊവിഷനും ആ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം എന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ PGCയുടെ ആ ഒരു എലമെന്റ് ആയിരിക്കും പഠിക്കുന്നത്. QTSന്റെ എലമെന്റ് സ്കൂളിൽ കൂടെ ആയിരിക്കും നമ്മൾ അതെ അത് പഠിക്കുമല്ല, അത് എല്ലാ ആഴ്ചയും നമുക്ക് സ്കൂളിൽ ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്റർ വന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ക്ലാസ് ഒബ്സർവ് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. എന്നിട്ട് അവർ ആ ഒരു പ്രോഗ്രസ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആ പ്രോഗ്രസ് മീറ്റ് ചെയ്യുവാണെങ്കിൽ ഇവഞ്ച്വലി 9 മാസം കൊണ്ട് നമുക്ക് QTS കിട്ടും. നേരെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ PGCക്ക് essay ആണ് അസസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ PGC നമ്മൾ 2 essay എഴുതി പാസ്സാണ് PGC QTS കിട്ടും. അങ്ങനെ 9 മാസം കൊണ്ട് സ്കൂൾ ത്രൂ സ്കൂളിന്റെ സാലറി മേടിച്ച് തന്നെ നമുക്ക് ഇവിടെ ക്വാളിഫൈഡ് ടീച്ചർ ആവാൻ പറ്റും. അതിന് വിസ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എന്റെ കൂടെ ട്രെയിൻ ചെയ്ത 2 ടീച്ചേഴ്സിന് അത് പക്ഷേ ഇന്ത്യൻസ് അല്ല, വേറൊരു നാഷണാലിറ്റിയാണ്. അവർക്ക് ഈ ഒരു വിസയിൽ കിട്ടി. അവർ അതായത് സ്റ്റുഡന്റ് വിസ വന്നവരാണ്. സ്റ്റുഡന്റ് വിസയിൽ നിന്ന് നേരിട്ട് ട്രെയിനി ടീച്ചർ പോസ്റ്റിലേക്ക് കയറി എന്നിട്ട് അവർക്ക് അങ്ങനെ ഇവിടെ ക്വാളിഫൈഡ് ടീച്ചർ ആയി എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചില സ്കൂളുകാർ ഈ ട്രെയിനി ടീച്ചേഴ്സിന് സാലറിയുടെ റൂട്ട് ആയിരിക്കത്തില്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ പറയും നിങ്ങൾ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യും, നിങ്ങളുടെ സബ്ജക്ട് അതായത് ഇപ്പൊ നിങ്ങൾ ഫിസിക്സോ മാത്തമാറ്റിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഈ സബ്ജക്റ്റുകൾക്ക് ഗവൺമെന്റിന് ബർസറി കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ബർസറി എന്ന് വെച്ചാൽ ഫിസിക്സിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് 31 ഈ വർഷം അത് 30,000 ആണെന്ന് തോന്നുന്നു. 30,000 പെർ ഇയർ ആണ്. പെർ ഇയർ വിത്തൗട്ട് ടാക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ആ ബസ്സിൽ നമ്മൾ ഒരു 6,000 പൗണ്ടോളം അല്ലെങ്കിൽ ഒരു 6,000 മുതൽ 9,000 പൗണ്ടോളം നമ്മൾ ഫീസ് ആയിട്ട് കൊടുക്കണം. ബട്ട് സ്റ്റിൽ നമുക്ക് എപ്പോഴും ഒരു 21,000 22,000 ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു വർഷം ട്രെയിൻ നമ്മുടെ കൈ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഓപ്ഷൻ ചില സ്കൂളുകാർ പറയും. പക്ഷെ അത് ഫിസിക്സിനാണ് ബർസറി കിട്ടാൻ ഏറ്റവും ചാൻസ് കൂടുതൽ. പിന്നെ മാത്സ്, പിന്നെ കെമിസ്ട്രി, പിന്നെ ബയോളജി. അപ്പൊ ആ ഒരു ലെവലിലായിരിക്കും. പിന്നെ ഫിസിക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ റെസിഡൻസി സ്റ്റാറ്റസോ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സ്റ്റാറ്റസോ ഒന്നും ഒരു വിഷയമല്ല. എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ നമുക്ക് ഡിഗ്രിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ബർസറിക്ക് എലിജിബിൾ ആണ് ഇവിടെ ട്രെയിൻ ചെയ്യുന്നത്. അവർക്ക് എത്രയ്ക്ക് ആളിനെ ആവശ്യമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഫിസിക്സ് ടീച്ചിങ് അസിസ്റ്റന്റും സെയിം തന്നെയാണോ? അല്ല ടീച്ചിങ് അസിസ്റ്റന്റ് സെയിം അല്ല. അതിന് എനിക്ക് അറിയത്തില്ല. അതിന് നോർമലി വിസ കൊടുക്കാറില്ലെന്നാണ് എന്റെ ഒരു അറിവ്. കാരണം ടീച്ചിങ് അസിസ്റ്റന്റിന് സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യുന്നതും ഇല്ല, ഉള്ളതും അല്ല. അതെ. അപ്പൊ അത് കാരണം ടീച്ചിങ് അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ ബേസിക്കലി ടീച്ചർ അല്ല. ഒരു ക്ലാസ് റൂമിൽ ഇപ്പൊ കുറെ കുട്ടികൾ വളരെ ലോവർ എബിലിറ്റീസ് ആയിട്ടുള്ള കുറെ കുട്ടികളുണ്ടാവും. അവർക്ക് ടീച്ചർ പറയുന്നത് അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ കൂടെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത്തരം കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് ഉള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഒരു ക്ലാസ് റൂമിൽ ഉള്ള ഒരാൾ ടീച്ചറിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു രണ്ടാമത്തെ ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ അവര്
അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ലെവൽ 3 ലെവൽ 4 ആ ഒരു റേഞ്ചിലായിരിക്കും അവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. കാരണം ലെവൽ 5 ലെവൽ 6 അല്ല ലെവൽ 6 ആണ് തോന്നുന്നു ബാച്ചിലേഴ്സ്, ലെവൽ 6 ലെവൽ 7 മാസ്റ്റർ, ലെവൽ 5 ആണ് മാക്സിമം. അപ്പൊ ലെവൽ 5 താഴെയാണ് TGയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പം സ്മിതയുടെ ഓഡിയൻസിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഇവിടെ പലർക്കും ടീച്ചിങ്ങിൽ മുൻപ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ TE ആയിട്ട് കയറിയിട്ട്, അതെ TE ആയിട്ട് കയറി കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ, അതെ അപ്പൊ TE ആയിട്ട് കയറി എക്സ്പീരിയൻസ് ആയിട്ട് ആ സ്കൂളിൽ തന്നെ ചിലപ്പം ഈ പറഞ്ഞ പോലെ അൺക്വാളിഫൈഡ് ടീച്ചർ ആയിട്ട് കയറാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. ചാൻസ് ഉണ്ട്. അതെ അപ്പൊ നമുക്ക് പോസിറ്റീവ് വർക്ക് വിസയിൽ ഒരു ജോബും ആകും, പ്ലസ് നമുക്ക് അവിടെ കയറാനുള്ള ഒരു ചാൻസ്, വെളിയിൽ നിന്നുള്ള ആൾക്കാരെ കാട്ടി കൂടുതൽ ചാൻസ് നമുക്ക് നിൽക്കുന്നവർക്ക്. അതെ പിന്നെ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നമുക്ക് PGC പഠിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് QTS ക്വാളിഫൈഡ് ടീച്ചിങ് സ്റ്റാറ്റസ് കിട്ടും. അത് സ്കൂൾ ത്രൂ നമുക്ക്, കാരണം QTS നമുക്ക് അതെ QTS കൂടുതൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൽ കൂടിയാണ് അവർ തരുന്നത്. അതൊരു ഫുൾ ടൈം സ്റ്റഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ക്ലാസിഫൈ ചെയ്യാത്തതുകൊണ്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ നമുക്ക് QTS മാത്രം കിട്ടും. പക്ഷെ അത് ആക്ച്വലി അത് മാത്രം മതി നമുക്ക് ഒരു ക്വാളിഫൈഡ് ടീച്ചറിന്റെ സാലറി മേടിക്കാൻ. പിന്നെ PGC എന്ന് വെച്ചാൽ ഈ ഒരു എഡ്യൂക്കേഷനിലുള്ള ഒരു അക്കാഡമിക് യോഗ്യതയാണെന്നേ ഉള്ളൂ. അതൊരു അപ്പൊ PGC മാത്രമല്ല, ഇവിടെ PGDE ഉണ്ട്. അത് അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ഉണ്ട്. അത് PGCയെക്കാളും കുറച്ചുകൂടെ ലോങ്ങർ ഡ്യൂറേഷൻ ആയിരിക്കും, കുറച്ചുകൂടെ ഒരു സ്ട്രെസ്ഫുൾ പ്രോഗ്രാം ആണ്. ഞാൻ എന്റെ വീഡിയോയിൽ ആദ്യം ആ ഒരു ടീച്ചർ വേക്കൻസി ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ഗവൺമെന്റ് സൈറ്റിൽ പോയപ്പോഴേ അതിൽ ഇതെല്ലാം കിടപ്പുണ്ടായിരുന്നു. അപ്പം ഈ സ്പെഷ്യൽ നീഡ്സിന് പ്രത്യേകം ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും സ്കൂളിൽ ടീച്ചർമാര് സ്പെഷ്യൽ നീഡ്സ് പഠിപ്പിക്കുന്നതിന് ഒരു അവർക്ക് വേറെ കാറ്റഗറി ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇവിടെ ചാൻസ് ഉള്ളതായിട്ടാണ് ഞാൻ അതിൽ കണ്ടത്. അപ്പം അതിനെപ്പറ്റി ബ്രോയ്ക്ക് വല്ലതും അറിയാമോ, പറഞ്ഞ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്? SCNല് എനിക്ക് അറിയത്തില്ല. അത് എന്റെ ഒരു അറിവിൽ ഇതൊരു സബ്ജക്ട് വൈസ് ആണ് ഇവിടുത്തെ ആ ഒരു ഡിമാൻഡ് അവര് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതെ കാരണം നമുക്ക് ഇവിടെ SCN സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് ഇവിടെ ലോക്കലി അവൈലബിൾ ആണ്, കുറെയൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ സബ്ജക്ട് സ്പെസിഫിക്കിലാണ് കുറച്ചുകൂടെ ചാൻസ് ഉള്ളത്. അതായത് അതിൽ തന്നെ സയൻസും മാത്സും ആണ് ഏറ്റവും ചാൻസ് ഉള്ളത്. ഞാനിപ്പം വേറൊരു ഡൗട്ട് ചോദിക്കും. ഇപ്പൊ ഇവിടെ ഉള്ളവരുടെ കാര്യത്തിൽ തന്നെ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ തന്നെ എന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് ഞാൻ പറയാണ്. ഇപ്പൊ ഞാനിപ്പോ കെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കിപ്പം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്റെ കമ്പനി എനിക്കിപ്പം നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇപ്പൊ NVQ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ സ്റ്റെപ്പ് നമുക്ക് പ്രൊമോഷൻ കഴിയും. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ NVQ ലെവൽ 5 എടുത്താലും എനിക്ക് ഡെപ്യൂട്ടി അല്ലെങ്കിൽ മാനേജർ എന്നുള്ളൊരു പോസ്റ്റ് വരണമെങ്കിൽ എനിക്കൊരു പെർമനന്റ് റെസിഡൻസിയിൽ അടുത്തെത്തണം. കാരണം ഓൾമോസ്റ്റ് ആൾക്കാരും നമുക്ക് ആ ഒരു വിസ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവർക്ക് ഇവിടുത്തെ ആൾക്കാരെ എനഫ് ആണ്, ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു ഇതിൽ വേണ്ടി. അപ്പം ഞാനിപ്പം ഓൾറെഡി വിസ എടുത്തു, ഞാനിപ്പോൾ സ്കിൽഡ് വർക്കർ വിസ റൂട്ടിലാണ്. അപ്പം എനിക്ക് ഇനി ഒരു വിസ ചേഞ്ചിനോ അല്ലെങ്കിൽ ഒരു സ്വിച്ചിങ്ങിനോ പറ്റുമോ? ഈ ഒരു ഇപ്പൊ ഞാനിപ്പോ പോയി ഒരു സ്കൂളിൽ പോയി ചോദിക്കുകയാണ്, ഇപ്പൊ ഞാനിവിടെ എങ്ങനെയെങ്കിലും എനിക്കിവിടെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ തരാൻ പറ്റുമോ? അപ്പൊ അല്ലെങ്കിൽ ഞാനൊരു എനിക്കെങ്കിൽ ഇപ്പം എന്റെ ഒക്യുപ്പേഷൻ കോഡിലുള്ള ജോബ് മാത്രമേ എനിക്ക് ഇവിടെ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 20 hours എക്സ്ട്രാ ചെയ്യുന്നത് തന്നെ എനിക്ക് എന്റെ ആ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ കോഡിലുള്ള ആ ഒരു കോഡിൽ അണ്ടറിൽ വരുന്ന കുറച്ച് ജോബ്സ് മാത്രം റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ പക്ഷെ എനിക്ക് വോളണ്ടറി വർക്ക് ചെയ്യാം, അൺപെയ്ഡ് വോളണ്ടറി വർക്ക് ചെയ്യാം. അപ്പം എനിക്കിപ്പം ഹെൽത്ത് ഫീൽഡിൽ നിൽക്കാൻ ചാൻസ് ഇല്ല. അവിടെ നമുക്കിപ്പോൾ പ്രൊമോഷൻ ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്, ലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുക ഇപ്പൊ ബ്രോ പറഞ്ഞ ഈ ഒരു ചാൻസ് വെച്ച് ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പോവുക, അവിടെ വേക്കൻസി ഉണ്ട് സ്റ്റില്. അപ്പം എനിക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ മീൻസ് ആ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അപ്പൊ ഞാൻ ചെന്നിട്ട് അവരോട് പറയാം ഞാനിപ്പോൾ പെയ്ഡ് അല്ലാത്ത ഒരു വോളണ്ടറി വർക്ക് ചെയ്യാണ്, ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു ഇത്ര നാൾക്കുള്ളിൽ എനിക്കൊരു വിസയിലോട്ട് മാറാൻ പറ്റുമോ? അപ്പം സ്വിച്ചിങ് സാധ്യമാണോ ഇപ്പൊ നമ്മൾ അങ്ങനെ പോയി ചെയ്ത് കഴിഞ്ഞാൽ? ആക്ച്വലി സ്വിച്ചിങ് ഇവിടെ സാധ്യമാണ്. കാരണം ഇത് ഇവിടെ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിന് ഭയങ്കര ഇതായിട്ടുള്ള രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു എംപ്ലോയറിന് ഒരിക്കലും നമ്മളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് നോർമലി അത് മിഡിൽ ഈസ്റ്റിലൊക്കെ നടക്കുള്ളൂ. പക്ഷെ ഇവിടെ ആണെങ്കിൽ അത് കുഴപ്പമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേറൊരു ഒരാൾ നമുക്ക് ജോബ് ഓഫർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. NOC ഒന്നും മേടിക്കാതെ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാം. അതിനൊരു അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോ ചോദിച്ചാൽ ഒരു അപ്രന്റീസ്ഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അവര് തരുവോ? അത് സോൺലി ബേസ്ഡ് ഓൺ അതിന് നമ്മൾ അവരുടെ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യണം. ഇന്റർവ്യൂ ക്ലിയർ ഇത് സോൺലി ഈ ഒരു ടീച്ചിങ് പോസ്റ്റ് വെച്ചാൽ മെറിറ്റ് ബേസിസിൽ മാത്രമാണ്. അത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നോർമൽ ഇന്റർവ്യൂ അല്ല, നമ്മൾ ഡെമോ ക്ലാസ് ആണ്. ഡെമോ ക്ലാസ് എടുത്ത് കാണിക്കണം. സ്കൂളിൽ പോയിട്ട് ആക്ച്വൽ സ്റ്റുഡൻസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 55 മിനിറ്റിനുള്ള ഒരു ഡെമോ ക്ലാസ് എടുത്ത് നമ്മൾ കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പേഴ്സണാലിറ്റി ഇന്റർവ്യൂ ഉണ്ട്. പക്ഷെ അവർ ഡിസൈഡ് ചെയ്യുന്നത് ആ ക്ലാസ് ഓക്കെ ആണെങ്കിൽ അവർ അപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്യും ആളെ വേണമെന്നുള്ള കാര്യത്തിൽ. പേഴ്സണാലിറ്റി
കാരണം ഞാനാണെങ്കിൽ സ്കൂൾ ത്രൂ PGC QTS എടുത്ത ഒരാളാണ്. എൻ്റെ സ്കൂളിൽ ആ വർഷം ട്രെയിനിങ് ടീച്ചറായിട്ട് ട്രെയിനിങ് ടീച്ചർക്ക് മാത്രമേ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സിന് വേക്കൻസി ഇല്ലായിരുന്നു. കാരണം എൻ്റെ സ്കൂൾ കുറച്ചുകൂടി ഒരു ട്രെയിനിങ്ങിന് സ്പെഷ്യലൈസ് ചെയ്ത സ്കൂളായിരുന്നു. ഞാൻ അതിനുശേഷം ഏതാണ്ട് ഒരു 6 ടീച്ചിങ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അടുപ്പിച്ച് ലൈക്ക് ഓവർ ദ കോഴ്സ് ഓഫ് 2 വീക്സ് 3 വീക്സ്. അപ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം അവിടെ നിന്നുള്ള എല്ലാ ഫീഡ്ബാക്കിലും അവർ പറഞ്ഞത് ഞങ്ങൾ ക്ലാസ് എടുത്തത് കണ്ടിട്ടാണ് ബാക്കിയെല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് മെയിൻലി നോക്കുന്നത് എന്നവർ പറഞ്ഞു. അപ്പം വൺസ് ഞാൻ ഓരോ ഇന്റർവ്യൂ കുറച്ച് ഇന്റർവ്യൂ ഫെയിൽ ആയതിനു ശേഷമാണ് എനിക്ക് ഫൈനലി ഒരു അപ്പൊ എനിക്കൊരു അതെ, ഞാൻ 6 ഇന്റർവ്യൂ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് 3ാമത്തെ ഇന്റർവ്യൂവിൽ കിട്ടി. പിന്നെ 4 5 6 ഞാൻ പിന്നെ ഫോർ ദ സേക്ക് ഞാനത് അവരെന്നെ വിളിച്ചുകൊണ്ട് ഞാൻ പോയിന്നേ ഉള്ളൂ. പോയിട്ട് ഞാൻ പിന്നെ അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു 8 ടീച്ചിങ് സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ 8 ടീച്ചിങ് സ്റ്റാൻഡേർഡിൽ ഒരുവിധം മീറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് കൂടുതൽ സ്കൂളും എടുക്കുന്നത്. അപ്പം അതായത് പ്രോപ്പർ അപ്പൊ അതിന് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഒരു മെയിൻ സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ക്ലാസ് എടുക്കുന്നു എന്നുള്ളതാണ്. വളരെ കുറച്ച് മാത്രം സംസാരിച്ച് കുട്ടികളെ കൊണ്ട് കൂടുതൽ ലേണിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ലെസൺ ആണ് ഏറ്റവും പെർഫെക്റ്റ് ലെസൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇത്രയും ചെയ്താൽ തന്നെ കാര്യം ക്ലിയർ ആക്കുന്നത്. അതെ ലാംഗ്വേജ് അല്ല നമ്മുടെ സ്കില്ലാണ് പ്രവർത്തിക്കേണ്ടത്, ലാംഗ്വേജ് അല്ല അവിടെ ഇമ്പോർട്ടൻസ്. അതിപ്പോ നമുക്കിപ്പോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു സ്കൂളിൽ ചുമ്മാ ചെന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് വേക്കൻസി ഉണ്ടെങ്കിൽ അവർ ആദ്യം പറയുന്നത് നമ്മുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പറയുന്നത്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവരും പറയും. ഇപ്പൊ സ്മിത കെയർ വർക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ട് ഞാൻ പറയണം. അപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഒരിക്കലും ഒരു കെയർ വർക്കർ ആ ഒരു ജോബിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരാളല്ല. അത് അങ്ങനെ ഒരു ഒരിക്കലും അല്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓട്ടിസ്റ്റിക് സ്റ്റുഡൻസിന്റെ സ്കൂളിൽ ഞാൻ സപ്പോർട്ട് വർക്കറായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ എനിക്ക് ഗുണമായിരുന്നു ഞാനിത് ടീച്ചിങ് ഫീൽഡ്. അപ്പം അത് പറഞ്ഞപ്പം എൻ്റെ ഒന്ന് 2 ഫ്രണ്ട്സ് ഇതുപോലെ കെയർ വർക്കിംഗ് ആ ഒരു ജോബിൽ ഇരുന്നുകൊണ്ട് തന്നെ ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം അവരും പറഞ്ഞു ഇങ്ങനെ അവരും അപ്ലൈ ചെയ്തു. അവർ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ സ്കൂളിൽ ചെന്ന് ചോദിച്ചു ആക്ച്വലി. അപ്പോൾ അവർ പറഞ്ഞു ഈ പറഞ്ഞ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം അതിൽ ഒരു പുള്ളിക്കാരി ആ ഇന്റർവ്യൂ ഫെയിലായി. ഇപ്പൊ ഫെയിലായിട്ട് സ്കൂളുകാർ പറഞ്ഞു ആക്ച്വലി നിങ്ങൾക്ക് ഇവിടുത്തെ രീതികൾ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് ഫെയിൽ ആയത്. ഒരു കാര്യം ചെയ്യും, 1 മാസം ഒബ്സർവ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇന്റർവ്യൂ വരാനെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതെ അപ്പൊ അങ്ങനെ അത് ഇത് ഞാൻ പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വോളണ്ടറി ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നും ഒരു കാര്യമില്ല. ഇൻ ദ എൻഡ് യു ഹാവ് ടു ക്ലിയർ ദ ഡെമോ ക്ലാസ്. അപ്പൊ ഈ ഡെമോ ക്ലാസ് എങ്ങനെ ക്ലിയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കുറച്ച് മാത്രം സംസാരിച്ചിട്ട് ഉള്ളൊരു ക്ലാസ് ആണ് അവർക്ക് ഇത് ചെയ്യുന്നത്. അപ്പൊ അവരെല്ലാം നോക്കും. അതിൽ നമ്മൾ ഈ ഡെമോ ക്ലാസ്സിന് കൊണ്ടുവന്ന നമ്മുടെ പ്രസന്റേഷൻ നോക്കും. ആ പ്രസന്റേഷൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നോക്കും. അതെ ഇവിടെ പവർ പോയിന്റ് വെച്ചിട്ടാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു പ്രസന്റേഷന്റെ ആ ഒരു പ്രിപ്പറേഷൻ സ്കിൽസ് അടക്കം അവർ നോക്കും. അപ്പൊ സ്കിൽസ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രം. അതായത് പിള്ളേർ ഒരിക്കലും ഒരുപാട് ഇൻഫർമേഷൻസ് അവർക്ക് എപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ എടുക്കാൻ പറ്റുന്ന അത്രത്തിലുള്ള ഇൻഫർമേഷൻ, പിന്നെ പടങ്ങൾ, ആനിമേഷൻസ് ഒക്കെ വെച്ച് അങ്ങനെ നമ്മളിത് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് നമ്മൾ ഡെമോ ക്ലാസ് എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ. ഒരു 55 മിനിറ്റിന്റെ അല്ലെ 1 മണിക്കൂറിന്റെ ഒരു പീരീഡിൽ നമ്മൾ 15 മുതൽ 20 മിനിറ്റ് മാത്രമേ സംസാരിക്കാവുള്ളൂ ഓവറോൾ നമ്മുടെ സംസാരം. ബാക്കിയെല്ലാം തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് ഒരു ടാസ്ക്, അത് ചിലപ്പം റിട്ടേൺ ടാസ്ക് ആയിരിക്കാം, ക്വിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ആയിരിക്കാം. ഇതൊക്കെ നടത്തുന്നതിലാണ് അവർ നോക്കുന്നത്. മാത്രമല്ല അതെ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ നാട്ടിലെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിൽ എപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഇപ്പൊ ഞാൻ നാട്ടിൽ പഠിച്ച ഒരാളാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് ഒരു ലെസണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നാട്ടിലെ സ്കൂളിൽ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ആ ഒരു ടീച്ചിങ് പ്രാക്ടീസ് ഇവിടെ ഒരിക്കലും അത് എടുക്കും. കാരണം ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിൽ അറിയാതെ നമ്മൾ കുറെ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കുറെ ഇൻഫർമേഷൻ, ഓവർ എക്സ്പ്ലനേഷൻ ഒക്കെ പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത് ആക്ച്വലി അത് നല്ലൊരു പ്രാക്ടീസ് അല്ല. ഒരു ടീച്ചർ എപ്പോഴും ലിമിറ്റഡ് വേർഡ്സ് ഉപയോഗിച്ച് കുറച്ച് റെപ്പറ്റീഷൻ കൊണ്ട് മാത്രമാണ് സംസാരിക്കേണ്ടത്. അതെ, കൺവേ ചെയ്യേണ്ടത്. അതെ, കാരണം പിള്ളേർക്ക് ഒരിക്കലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സിമ്പിൾ ആയിട്ടും വളരെ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് പിക്കപ്പ് ചെയ്യുന്നവരാണ്. അതൊക്കെയാണ് നമ്മൾ കൂടുതൽ കൺവേ ചെയ്യാനും നമുക്ക് പറ്റും. നമുക്ക് വേർഡ്സ് കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പൊ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ബാരിയർ അവിടെ വരുന്നില്ല. അതെ അപ്പം ഞാൻ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ട ഈ സ്കിൽ എന്ന് പറയുന്നത്
ഈ പറയുന്ന പോലെ കുറച്ച് സംസാരിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതാണ്. അപ്പൊ ഈ 2 സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെമോ ഇന്റർവ്യൂ ഡെമോ ക്ലാസ് ക്ലിയർ ചെയ്യാം. ഡെമോ ക്ലാസ് ക്ലിയർ ചെയ്താൽ പിന്നെ ബാക്കിയെല്ലാം ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഉണ്ടോ ഇത് കഴിഞ്ഞാൽ? അതോ ഈ ഡെമോ ക്ലാസ് ഇന്റർവ്യൂ മാത്രം? അതെ, ഫേസ് ടു ഫേസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു ജോലി ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ ഡെമോ ക്ലാസ് ആണ്. അപ്പൊ ഈ ഫേസ് ടു ഫേസ് ഇപ്പൊ നമ്മൾ ഡെമോ ക്ലാസ് പാസ്സായി, ഇപ്പൊ ഫേസ് ടു ഫേസിലോട്ട് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ഫേസ് ടു ഫേസിലോട്ട് പോയി. അപ്പൊ അവർ ഈ സെയിം ഡെമോ ക്ലാസ്സിലെ കാര്യങ്ങളാണോ നമ്മളോട് ചോദിക്കുക, അതോ വേറെ ക്വസ്റ്റ്യൻസ്? ഒരു 30% ഡെമോ ക്ലാസ്സിന്റെ കാര്യമായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ജേർണി എങ്ങനെയാണ്. അപ്പം നമ്മൾ പറയണം, എനിക്ക് ഒരാഴ്ച മുമ്പ് ഇന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഇവർ നമുക്ക് അയച്ചു തരും, ഇന്ന ലെസൺ ആണ് നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു ചെയ്യും. അപ്പൊ നമ്മൾ ഈ ലെസൺ കിട്ടി. അപ്പം ഞാൻ അതുകൊണ്ട് ഈ ലെസൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തോണ്ട് പോയി ഡെമോ ക്ലാസ് എടുക്കണം. അല്ല. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ഡെമോ ക്ലാസ്സിന് ടോപ്പിക് അയച്ചു തരും. ആ ടോപ്പിക്കിന് നമുക്ക് ആ ക്ലാസ് റൂമിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അത് നമ്മൾ നേരത്തെ അവരോട് മുൻകൂട്ടി അറിയിച്ചിരിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ടീച്ചർ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ. അതായത് നമ്മൾ ടൈം ടേബിൾ വെച്ച് പഠിപ്പിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് നമ്മളൊന്ന് ചെറുതായിട്ട് ഇപ്പോഴെങ്കിലും നോക്കി വെക്കണം. അപ്പം അതെ, പ്രിപ്പറേഷൻ വെച്ചാൽ അത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മളിപ്പം ഒരു സിമ്പിൾ കാര്യം എങ്ങനെ പറഞ്ഞു കൊടുക്കണം. ആ സിമ്പിൾ കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് പിള്ളേർക്ക് എങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുക്കണം, ആ ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ആ ആക്ടിവിറ്റിയിൽ ആ ഒരു ഔട്ട്കം എങ്ങനെ ചെക്ക് ചെയ്യണം, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ. ആ ഒരു പ്ലാനിങ് സ്റ്റേജ് നമ്മൾ പ്ലാൻഡ് ആണെന്നുള്ള കാണിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള. എന്നിട്ട് അതിനുശേഷം പിന്നെ ഉള്ളത് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ സേഫ് ഗാർഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കുട്ടികളുടെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെന്ന് പറയുന്നത് ആക്ച്വലി ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. ഈ രാജ്യത്ത് ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ടീച്ചർ എന്ന് വെച്ചാൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. കാരണം അവർ സ്കൂളിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ സേഫ് ഗാർഡിങ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. അപ്പൊ അതിലൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ എന്നോട് ചോദിച്ചത്, അത് എന്നോട് മാത്രമല്ല, എനിക്കത് കുറെ പേരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ രാവിലെ ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഒരു കുട്ടി നമ്മളോട് ഒന്ന് പറഞ്ഞു, ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിന് പ്രതികരിക്കുക എന്നുള്ളത്. അപ്പം നമ്മള് ചിലപ്പം പറയുമായിരിക്കും എന്നെ പോലെ പോയി ക്യാൻറ്റീനിൽ പോയി കഴിക്കും. അതെ, പക്ഷെ അത് കറക്റ്റ് അല്ല, അത് തെറ്റാണ്. നമ്മൾ ഫുഡ് ഓഫർ ചെയ്യല്ല ചെയ്യേണ്ടത്. നമ്മൾ ആക്ച്വലി അവരോട് നമ്മളൊന്നും ചോദിക്കരുത്. നമ്മൾ പക്ഷെ നമ്മളൊരു ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ ഒരു സ്കൂളിലെ സേഫ് ഗാർഡിങ് ലീഡ് അല്ലെങ്കിൽ സേഫ് ഗാർഡിങ് ടീം ഉണ്ട്, അവരെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേഫ് ഗാർഡിങ് ഒരു സിസ്റ്റം ഉണ്ടാവും, ആ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഈ കുഞ്ഞ് ഇതുപോലെ കഴിക്കാതെ വന്നു, എന്താ റീസൺ എന്ന് നമുക്ക് അറിയത്തില്ല. അത് നമ്മുടെ വ്യൂ ഒരിക്കലും അതിനകത്ത് എഴുതരുത്. നമ്മൾ കേട്ട കാര്യം അതുപോലെ തന്നെ, ഈ കുഞ്ഞ് എന്നോട് പറഞ്ഞു ഇതുപോലെ കഴിച്ചില്ല, അത് അപ്പം തന്നെ എൻ്റർ ചെയ്യണം, സേഫ് ഗാർഡിങ് ടീമിനെ അറിയിക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരിക്കലും നമ്മൾ അതിനോട് ഒന്ന് എടുത്തെടുത്ത് ചോദിക്കരുത് എന്തുകൊണ്ട് കഴിച്ചില്ല, എന്തുകൊണ്ട്. അവർ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ നല്ല കേട്ടിരിക്കാന്ന് മാത്രം. അവർ ഓക്കെ ആണ്, ഡു യു വാണ്ട് ടു ടോക്ക് ടു മീ, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണമെന്ന് ചോദിക്കും. അവർ ഓക്കെ യെസ് പറയുകയാണെങ്കിൽ നമ്മൾ അവർ പറയുന്നതെല്ലാം കേട്ടിരിക്കുക. ഒരു സജഷനോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മളത് കേട്ടിട്ട് അവരോട് പറയണം ഞാനിത് രഹസ്യമായിട്ട് വെക്കില്ല, ഫോർ യുവർ സേഫ്റ്റി ഐ ഹാവ് ടു, ഞാനിത് സേഫ് ഗാർഡിംഗ് ടീമിനെ അറിയിക്കുമെന്ന് ആ കുട്ടിയോട് കൺവേ ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു കുട്ടി വന്നിട്ട് നിങ്ങളോട് സീക്രട്ട് പറയുവാണ്, വിൽ യു കീപ് ദാറ്റ് ആസ് സീക്രട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സേഫ് ഗാർഡിംഗ് കൺസേണിനെ പറ്റി ഒരു സീക്രട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യൽ കാര്യം പറയുകയാണെങ്കിൽ, വിൽ യു കീപ് ദാറ്റ് സീക്രട്ട് ചോദിച്ചു പറയുകയാണെങ്കിൽ തിരിച്ച് പറയണ മറുപടി ഇതാണ്, നമ്മളത് സീക്രട്ടായിട്ട് വെക്കില്ല. കുട്ടിയോട് പറയണം, നീ എന്ത് പറഞ്ഞാലും നിന്റെ സേഫ് ഗാർഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനത് സേഫ് ഗാർഡിംഗ് ടീമിനെ അറിയിക്കും, അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കില്ല. അതെ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നമ്മുടെ തന്നെ ഒരു ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് റോങ് ആയിരിക്കും. വേറെ അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്നുള്ളത് പറഞ്ഞില്ല, നമ്മളിപ്പോ മെയിൻലി ഇവിടുത്തെ ആൾക്കാരെ ഫോക്കസ് ചെയ്താണ് പറഞ്ഞത്. കാരണം എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നു, ഡൗട്ട്സ്.